ട്രാഫിക് സംവിധാനങ്ങൾ ഭൂമിയിലെ റോഡുകളിൽ മാത്രമല്ല ബഹിരാകാശത്തുമുണ്ട്. കാരണം പഴയ ബഹിരാകാശമല്ല ഇന്ന്. അവിടെ വലിയ ട്രാഫിക് ബ്ലോക്കുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ തന്നെ ഇവിടെ നിന്ന് വിക്ഷേപിച്ച ഏതാണ്ട് 11,500 ഉപഗ്രഹങ്ങൾ, സജീവമായ ഉപഗ്രഹങ്ങൾ ഭൂമിയെ നിലവിൽ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിലെ വിവിധ ആവശ്യങ്ങൾക്കായി അയച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ നിർജീവമായി മുമ്പ് അയച്ചതും പിന്നെ നിർജീവമായ ഉപഗ്രഹങ്ങൾ അതും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബഹിരാകാശത്ത് പോയവർ ഉപേക്ഷിച്ചതും ഒക്കെ ആയിട്ടുള്ള മറ്റ് സാധനങ്ങൾ, ഇതെല്ലാമായിട്ട് തന്നെ ഏതാണ്ട് 45,000 വസ്തുക്കൾ ട്രാക്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സജീവമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹങ്ങളുമായിട്ട് ഏറ്റുമുട്ടാൻ, തമ്മിലിടിച്ച് തകരാനും ഒക്കെ സാധ്യത കൂടുതലാണ്. കോടിക്കണക്കിന് രൂപ ചിലവാക്കിയാണ് ഇതൊക്കെ അയക്കുന്നത്. ഇത് തകർന്നു പോയാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഓരോ രാജ്യവും ഒരു ട്രാഫിക് സംവിധാനം അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യക്കുമുണ്ട് ISROയുടെ. ഇവർ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹിരാകാശത്ത് ഏതെങ്കിലും ഇടിക്കാൻ വരുന്നുണ്ടോ ഉപഗ്രഹത്തിൽ. അങ്ങനെ വരുമ്പോൾ അവർ ഉടൻ തന്നെ ആ ഉപഗ്രഹത്തെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്ത് ആ ഇടിയിൽ നിന്ന് അത് ഒഴിവാക്കും, ആ അപകടത്തിൽ നിന്ന്. അങ്ങനെയാണ് ആ സംവിധാനം. ഈ വിവിധ രാജ്യങ്ങൾ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും ചെയ്യും. കിട്ടുന്ന വിവരങ്ങൾ, ഡാറ്റകൾ, നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണം പോലെ ഇത് സജീവമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ കൂട്ടിയിടികൾ ബഹിരാകാശത്ത് നടക്കാതെ പോകുന്നത്.